ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഞാൻ എല്ലാം ചെയ്യാം. അതിനുവേണ്ടി എല്ലാ ബന്ധങ്ങളും അവസാനിപ്പിച്ച് ഞാൻ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങാം. എന്താ പോരെ? വെറുതെ മണ്ടത്തരം പറയാതെ. വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കി ചാനൽ നിന്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ട നിന്നെ നശിപ്പിക്കുന്നത് ഞാനായിരിക്കും. മുഴുവൻ വിവരങ്ങളും ഉടൻ തന്നെ ജോർജ് സാറിന് കൈമാറണം. ഓക്കെ. പൃഥ്വി, നീ ഇതെവിടെയായിരുന്നു ഇതുവരെ? ഒന്ന് രണ്ട് ആവശ്യങ്ങളുണ്ടായിരുന്നു. എന്താവശ്യം ഉണ്ടായിരുന്നു? എന്താവശ്യം എന്നാ ചോദിച്ചത്? എല്ലാ കാര്യങ്ങളും ചേച്ചിയോട് പറയാൻ പറ്റില്ലല്ലോ. പൂർണ്ണിമയോട് പറയാൻ പറ്റാത്ത ആവശ്യങ്ങൾ ഒന്നും തന്നെ തൽക്കാലം നിനക്ക് വേണ്ട. ഇത് വലിയ കഷ്ടമാണല്ലോ. ഞാൻ നേഴ്സറി കുട്ടിയൊന്നല്ല. വെറുതെ ഇട്ട് ഇങ്ങനെ ടോർച്ചർ ചെയ്യരുത് പ്ലീസ്. ഇന്നെവിടെ? ഞാനാണോ നിന്നെ ടോർച്ചർ ചെയ്യുന്നേ? എന്താ മിണ്ടാത്തത്? പറയ്. അതിനാണോ നീ ഇന്ന് എല്ലാവരുടെയും മുന്നിൽ വെച്ച് എന്നെ നാണം കെടുത്തിയത്? പൂർണ്ണിമ ചോദിച്ചു കേട്ടില്ലടാ, മറുപടി പറ. അച്ഛാ പ്ലീസ്, എന്നെ ഒന്ന് വെറുതെ വിടൂ. എന്നെ എന്തിനാ ഇങ്ങനെ ടോർച്ചർ ചെയ്യുന്നേ? അതെ, ഇതെന്തൊരു കഷ്ടമാണ്. എന്റെ മോനെ ഒരു തരത്തിൽ സമാധാനം കൊടുക്കില്ലേ? എത്രയൊക്കെ ഒഴിവാകാൻ ശ്രമിച്ചാലും നീ ഇന്ന് ചെയ്തത് വലിയ തെറ്റ് തന്നെയാ. അതിനൊരു ന്യായീകരണവും നീ അർഹിക്കുന്നില്ല. എനിക്കങ്ങനെ തോന്നിട്ടില്ല. ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. പൃഥ്വി, ചേച്ചി വെറുതെ ഒച്ച വെക്കണ്ട. ഒരാവശ്യം വന്നാ ഞാൻ ഇനി ഇങ്ങനെ തന്നെ ചെയ്യും. അതിന്റെ പേരിൽ എന്നെ ആരും ചോദ്യം ചെയ്യാൻ വരണ്ട. ഇത് എന്റെ ലൈഫാണ്. ഇനി എന്തൊക്കെ ചെയ്യേണ്ടെന്ന് എനിക്കറിയാം. പൂർണിമേ, പൂർണിമേ, എന്റെ മോനെ തല്ലാൻ നീ ആരാ? ചന്ദ്രമതി നിർത്ത്, മതി പറഞ്ഞത്. ഇല്ല, ഇനിയെങ്കിലും എനിക്ക് സംസാരിക്കണം. ഇത്രയും നാളെ ഞാൻ എല്ലാം സഹിച്ചു. ഇനി അത് പറ്റില്ല. ഏട്ടൻ എന്തിനാ ഏട്ടത്തി തടയുന്നേ? ഇക്കാര്യത്തിൽ ഏട്ടത്തിക്ക് പറയാനുള്ള പറയട്ടെ. ഒരു ദരിദ്രവാസി പെണ്ണിന് വേണ്ടി പൂർണിമ ഇന്ന് എന്റെ മോന്റെ നേരെ കൈ ഓങ്ങി. നാളെ അവൾ ഇവിടെ വന്നാൽ അവൾക്ക് വേണ്ടി ഇവൾ എന്തൊക്കെ ചെയ്യുമെന്ന് ആർക്കറിയാം? അതെന്താ? തെറ്റെയ്താൽ ഇവനെ ശിക്ഷിക്കാനുള്ള അവകാശം എനിക്കില്ലേ? എന്ത് തെറ്റാ എന്റെ മോൻ ചെയ്തത്? ടെക്സ്റ്റൈൽസിൽ നിന്ന് നേരത്തെ പോയതോ? അതിന് ഇവന്റേതായിട്ടുള്ള കാരണങ്ങളുണ്ടാവും. എന്റെ മോന്റെ സിറ്റുവേഷൻ മനസ്സിലാക്കി കൂടെ നിൽക്കുന്ന ഭാര്യയാണ് ഇവന് വേണ്ടത്. അല്ലാതെ തൊട്ടതിനും പിടിച്ചതിനും പരാതിയും കണ്ണീരുമായി ഇവനെ ശല്യം ചെയ്യുന്ന ഒരാളെ അല്ല. ദേ, ഇനിയും ഇത്തരം പ്രവൃത്തികൾ ഉണ്ടായാൽ ഈ നശിച്ച കല്യാണം വേണ്ടാന്ന് ഞാനങ്ങ് തീരുമാനിക്കും. ചന്ദ്രൻ, നിനക്ക് ഭ്രാന്ത് പിടിച്ചോ? എന്തൊക്കെയാ നീ വിളിച്ചു പറയുന്നേ? എല്ലാരും കൂടി എന്നെ ഭ്രാന്ത് പിടിപ്പിക്കുകയല്ലേ? ഈ നശിച്ച കല്യാണാലോചന തുടങ്ങിയത് മുതൽ സമാധാനം ഇല്ല. നീ എന്തിനാ ഇതൊക്കെ കേട്ടിവിടെ നിൽക്കുന്നത്? നീ വാമോനെ. പൃഥ്വി, നിന്നെവിടെ? നിന്റെ അമ്മയുടെ തീരുമാനം തന്നെയാണോ നിനക്കും? കുറച്ചു നേരം ഞാൻ ഒന്ന് ഒറ്റയ്ക്കിരുന്നോട്ടെ, എന്നിട്ട് സംസാരിക്കാം. ഈ കാര്യത്തിൽ ഒരു എക്സ്ക്യൂസിന് ഞാൻ തയ്യാറല്ല പൃഥ്വി. അഷിതയോട് നീ സോറി പറയണം. അഷിതയോട് മാത്രമല്ല, അവളുടെ വീട്ടുകാരോടും. അതിന് തയ്യാറാണെങ്കിൽ മാത്രം ഇനി നീ എന്റെ മുന്നിൽ വന്നാ മതി. നീ വാമോനെ. ഒരു കാര്യം നീ ഓർത്തോ പൂർണിമേ, എന്റെ മോൻ ആരുടെയും കാല് പിടിക്കാനോ മാപ്പ് പറയാനോ ഞാൻ സമ്മതിക്കില്ല. നീ ചെല്ലു മോനെ. മോളെ, നീ വിഷമിക്കണ്ട. ഞാനാണോ ചെറിയ തെറ്റുകാരി? പൃഥ്വിക്ക് വേണ്ടി ഞാൻ ചെയ്തതെല്ലാം തെറ്റായി പോയോ? ഒരിക്കലുമില്ല മോളെ. നീ എന്ത് പറഞ്ഞാലും അതൊരു ശരിയുണ്ടാവുമെന്ന് എനിക്ക് ഉറപ്പാണ്. പിന്നെ ചന്ദ്ര പറയുന്നത് അതിന് നീ ഒരു പ്രാധാന്യവും കൊടുക്കണ്ട. അവളെ നിനക്ക് നന്നായിട്ട് അറിയാവുന്നതല്ലേ. പിന്നെന്താ? എന്റെ പ്രശ്നം ചെറിയമ്മ അല്ല ചെറിയച്ച, പൃഥ്വിയാ. ഇത്രയൊക്കെ സംഭവിച്ചിട്ടും ഒന്നും മിണ്ടാതവൻ പോയത് കണ്ടില്ലേ? അതിന്റെ അർത്ഥം എനിക്ക് മനസ്സിലാവും. ഇനി ഞാനായിട്ട് അവനെ ഒന്നിനും നിർബന്ധിക്കുന്നില്ല. ആരുടെയും കാര്യത്തിൽ ഇടപെടാനും വരില്ല. മോളെ, നീ ഇങ്ങനെ വിഷമിക്കാതെ. ഞാൻ അവനോട് സംസാരിക്കാം. വേണ്ട ചെറിയച്ച, ചെറിയച്ചൻ ചെല്ല്. ഇങ്ങോട്ട്
മോനെ നീ ഇങ്ങനെ വിഷമിക്കേണ്ട ഒരു കാര്യമില്ല. എന്തിനു നിനക്കൊപ്പം ഈ അമ്മയുണ്ട്. എനിക്കൊരു കുഴപ്പമില്ല. ഇതൊക്കെ നീ വെറുതെ പറയുന്നതാണെന്ന് എനിക്കറിയാം. ഈ കല്യാണത്തോട് മനസ്സുണ്ട് നിനക്ക് ഒരു താല്പര്യമില്ല. അതിന്റെ പ്രശ്നങ്ങളാ ഇതെല്ലാം. അമ്മ ഇവിടെ നിന്ന് പോവോ? ഞാൻ കുറച്ചൊന്ന് ഒറ്റയ്ക്ക് ഇരുന്നോട്ടെ. മോനെ പൃഥ്വി. അമ്മ പ്ലീസ്. ശരി ശരി, നീ ഒന്ന് റിലാക്സ് ചെയ്യും. ഹലോ. ഒരു കാര്യം ഏൽപ്പിച്ചാൽ നിനക്കത് വൃത്തിയായി ചെയ്യാൻ പറ്റില്ലേ? എന്ത്? നിങ്ങൾ എന്തറിഞ്ഞിട്ടേ ഈ പറയണേ? ഇവിടെ 100 കൂട്ടം പ്രശ്നങ്ങളാ. കല്യാണം കഴിയുന്നതിന് വരെ എന്നെ ഇതിൽ നിന്ന് മാറ്റി നിർത്തണമെന്ന് പലതവണ പറഞ്ഞതല്ലേ? എന്റെ സിറ്റുവേഷൻ മനസ്സിലാക്കാതെ ഓരോ പണികൾ എന്നെ ഏൽപ്പിച്ചിട്ട് ഇപ്പൊ ഞാൻ വീട്ടിൽ നിന്ന് പുറത്താകുന്ന അവസ്ഥയാ. നിനക്ക് നാണമില്ല ഇങ്ങനെ സംസാരിക്കാൻ? ഇത്രയ്ക്ക് നിസ്സാര കാര്യങ്ങൾ പോലും മാനേജ് ചെയ്യാൻ പറ്റാത്ത നീ എങ്ങനെയാ ഒരു ഫാമിലി മാനേജ് ചെയ്യുന്നേ? ഓ, നിന്നെ ഏൽപ്പിക്കുന്ന കാര്യങ്ങൾ എത്ര റിസ്ക് എടുത്താലും നീ ചെയ്യണം. അതിൽ ഒരു എക്സ്ക്യൂസും പാടില്ല. ശരി, ഞാൻ എല്ലാം ചെയ്യാം. അതിനുവേണ്ടി എല്ലാ ബന്ധങ്ങളും അവസാനിപ്പിച്ച് ഞാൻ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങാം. എന്താ പോരെ? വെറുതെ മണ്ടത്തരം പറയാതെ. വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കി ചാനൽ നിന്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ട നിന്നെ നശിപ്പിക്കുന്നത് ഞാനായിരിക്കും. പൃഥ്വി എന്ന വ്യക്തിക്ക് ഞാൻ കാണുന്ന ഒരേ ഒരു പ്ലസ് പോയിന്റ് ആ ചാനലാ. അതുടനെ നിന്റെ കയ്യിലെത്തുന്ന ഒരു പ്രതീക്ഷയാ നിന്നെ എനിക്കൊപ്പം നിലനിർത്തുന്നതും. അതുകൊണ്ട് വീട്ടുകാരെ പിണക്കാതെ ബുദ്ധിപൂർവ്വം കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ നോക്ക്. ഞാനിപ്പോ എന്താ വേണ്ടത്? ദാറ്റ്സ് അപ് ടു യു. ആലോചിക്ക്. ബൈ. ഏയ് ഹലോ. സർ, ജോർജ് സാർ വിളിക്കുന്നുണ്ട്. എല്ലാവരും ഉണ്ടല്ലോ? യെസ് സർ. കുറച്ച് ഇമ്പോർട്ടന്റ് കാര്യങ്ങൾ പറയാനുണ്ട്. ഗെറ്റ് റെഡി ഫോർ എ വിസി. ഓക്കെ സർ. യു ഗൈസ് ഡിഡ് എ ഗുഡ് ജോബ്. നിങ്ങൾ തന്ന ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ നോക്കി. ഇത് ഒരു റിപ്പീറ്റിംഗ് പാറ്റേൺ ആണ്. വർഷങ്ങളായി ഇതേ രീതിയിൽ ക്രൈം നടക്കുന്നുണ്ട്. ആരാണ് സർ ഇതിന് പിന്നിൽ? ഓഫ് കോഴ്സ് മേനോൻ തന്നെ, അല്ലാതാരാ? അയാളുടെ മെയിൻ ബിസിനസ് ഓർഗൻ ട്രാഫിക്കിംഗ് തന്നെയാണ്. 1-2 ഡീലുകൾ നമ്മൾ ഇടപെട്ട് ബ്ലോക്ക് ചെയ്തതുകൊണ്ട് അയാളുടെ സേഫസ്റ്റ് പാറ്റേൺ ഇപ്പൊ റിപ്പീറ്റ് ചെയ്തതാണ്. അതും നമ്മുടെ ശ്രദ്ധയിൽ തന്നെ വന്നുപെട്ടു. നമ്മൾ ചിന്തിക്കുന്നതിനേക്കാൾ വളരെ വലുതാണ് ഇവരുടെ നെറ്റ്വർക്കിംഗ്. ലോകം മുഴുവനുള്ള ആവശ്യക്കാർക്ക് ഓർഗൻ സപ്ലൈ ചെയ്യാൻ ഇവർക്ക് വഴികളുണ്ട്. നവദുർഗേ വനദുർഗേ സർവവും നീ ചിന്മയി